റഷ്യയും ചൈനയും മിലിറ്ററിലി ഇടപെടില്ല. പ്രത്യേകിച്ച് അമേരിക്ക ഇൻവോൾവ് ആയതുകൊണ്ട്. എന്നാൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഉം. രഹസ്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പല അലയൻസിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ബ്രിക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. G20യെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കിടയിൽ ഒരു രഹസ്യ അലയൻസ് ഉണ്ട്. അത് വേണ്ട രീതിയിൽ സംസാരിക്കപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ക്രിങ്ക് എന്ന് പറയും. സി ഫോർ ചൈന, ആർ ഫോർ റഷ്യ, ഐ ഫോർ ഇറാൻ, NK ഫോർ നോർത്ത് കൊറിയ. അതായത് അമേരിക്ക പരമ്പരാഗതമായിട്ട് ഇഗ്നോർ ചെയ്യുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന, അല്ലെങ്കിൽ ഭയക്കുന്ന, അല്ലെങ്കിൽ സാങ്ഷൻസ് അടിച്ച് ഉം. അമർത്തുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് നടത്തിയും വെപ്പൺസ് കൊടുത്തും സഹായിക്കുന്ന ഒരു രീതിയുണ്ട്. ഉം. അത് പതിവ് പോലെ തന്നെ അവിടെ നടക്കുമെന്ന് തോന്നുന്നു. പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ മറ്റ് എയർവേയും വാട്ടർ വേയും ഒക്കെ ഓപ്പൺ ആയി കിട്ടണമെന്നുള്ളൊരു തടസ്സമുണ്ട്. അപ്പോൾ അത് ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ ഒരിക്കലും മിലിറ്ററിലി ചൈനയോ റഷ്യയോ യൂഷ്വലി ഇൻവോൾവ് ആകാതെ, റഷ്യ ഓൾറെഡി യുക്രൈൻ യുദ്ധത്തിൻ്റെ ക്ഷീണത്തിൽ നിൽക്കുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ആക്കാനായിട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഇങ്ങനെ മിലിറ്ററി ഇൻവോൾവ് ആകാറില്ല അമേരിക്ക ഉൾപ്പെടുന്ന യുദ്ധങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ബ്രിട്ടന്റെ ഇൻവോൾവ്മെന്റ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പം പണ്ട് മുതലേ അറിയാം, ഇസ്രായേലിന്റെ കേസിൽ അമേരിക്കയെ പോലെ തന്നെ എപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള രാജ്യമാണ് UK. അതെ. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു അവർക്കും ഈ അമേരിക്കയൊക്കെ ഉള്ള പോലെ സ്റ്റേക്ക് ഗൾഫ് കൺട്രീസിലുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇപ്പോൾ സൈപ്രസിൽ ഉൾപ്പെടെ ആക്രമണം അതെ, നടന്നു. ആക്രമണം അപ്പം ഉണ്ടായിരുന്നു. മിലിറ്ററി ബേസുകൾ അവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ദുബായിയുടെ കേസ്, ദുബായിൽ ആക്രമണം നടന്നപ്പോൾ നമ്മളൊക്കെ ഭയന്നു. ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഉം. ഈ ദുബായിൽ 90% ആളുകളും ദുബായ്ക്കാരല്ല. അവിടെ പുറത്തുനിന്ന് വരുന്ന കോസ്മോപൊളിറ്റൻ ആയിട്ടുള്ള ക്രൗഡ്. ഇന്ത്യക്കാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്. അമേരിക്കക്കാർ ശരിക്കും 40,000 ഉള്ളൂ. ബ്രിട്ടീഷുകാർ 2.5 ലക്ഷം ഉണ്ട്. അവർക്ക് അവിടെ ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്, അവിടെ ടൂറിന് വരുന്നവരുണ്ട്. അപ്പം വലിയൊരു ഇൻട്രസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയിൽ UK-ക്കും ഉണ്ട്. അതുകൊണ്ടാവും UK-യും ഇതിൻ്റെ അകത്ത് 100% ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതും ഇതിനു വേണ്ടി മാക്സിമം സപ്പോർട്ട് കൊടുക്കുന്നത്.